പാകിസ്ഥാൻ്റെ ആണവായുധ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയും ഇസ്രയേലും ഒരുമിച്ച് നിന്നുകൊണ്ട് 1980കളുടെ ആദ്യകാലത്ത് പാകിസ്ഥാനിലെ കഹൂത്ത ആണവ കേന്ദ്രം ബോംബിട്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA മുൻ ഉദ്യോഗസ്ഥൻ റിച്ചാർഡ് ബാർലോ പറയുന്നത്. അന്ന് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് നടത്തിയിരുന്നുവെങ്കിൽ പിൽക്കാലത്തുള്ള ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അന്ന് ആ ആക്രമണത്തിന് അനുമതി നൽകാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാകാതിരുന്ന സംഭവത്തെ നാണക്കേട് എന്നാണ് ബാർലോ വിശേഷിപ്പിച്ചത്. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന 1980കളിൽ CIAയിൽ കൗണ്ടർ പ്രൊലിഫറേഷൻ ഓഫീസറായിരുന്നു റിച്ചാർഡ് ബാർലോ. ഇന്ത്യയും ഇസ്രയേലും സംയുക്തമായി ഒരു ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്ന വിവരം രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് സർക്കാർ സർവീസിൻ്റെ ഭാഗം അല്ലാതിരുന്നതിനാൽ നേരിട്ട് താൻ അതിൽ ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആക്രമണത്തിന് അന്ന് ഇന്ദിരാഗാന്ധി അനുമതി നൽകാതിരുന്നത് ലജ്ജാകരമാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായേനെയെന്നും ബാർലോ പറയുന്നു. പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതും അത് പിന്നീട് ഇസ്രയേലിൻ്റെ ശത്രുവായ ഇറാന് കൈമാറുന്നതും തടയുന്നതിൻ്റെ ഭാഗമായി അവരുടെ ആണവ പദ്ധതിയുടെ കേന്ദ്രമായ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ഒരു സംയുക്ത വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയും ഇസ്രയേലും പദ്ധതി ഇട്ടിരുന്നതായാണ് റിപ്പോർട്ടുകളും ഡീക്ലാസിഫൈഡ് രേഖകളും പറയുന്നത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ആയിരുന്നു. അദ്ദേഹം നയിക്കുന്ന അന്നത്തെ അമേരിക്കൻ ഭരണകൂടം അത്തരത്തിലുള്ള ഏത് ആക്രമണത്തെയും പ്രത്യേകിച്ച് ഇസ്രയേലിൽ നിന്നുള്ളതിനെ ശക്തമായി എതിർക്കുമായിരുന്നുവെന്നും ബാർലോ പറയുന്നു. സോവിയറ്റ് യൂണിയൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും നേർക്കുള്ള അമേരിക്കൻ നീക്കത്തെ ഇത് തടസ്സപ്പെടുത്തും എന്ന കാരണത്താലാണ് റീഗൻ ഭരണകൂടം അന്ന് ആ നിലപാട് കൈക്കൊണ്ടത്. എന്നാൽ അമേരിക്കയുടെ ഈ ആശ്രയത്വത്തെ പാകിസ്ഥാൻ മുതലെടുത്തു എന്നും ബാർലോ ആരോപിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള സഹായത്തിൻ്റെ വരവ് നിലയ്ക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായുള്ള സഹകരണത്തെ ബാധിക്കുമെന്ന് പാക് ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ തലവനായിരുന്ന മുനീർ അഹമ്മദ് ഖാനെ പോലുള്ളവർ US നിയമനിർമ്മാണ സഭാംഗമായിരുന്ന സ്റ്റീഫൻ സൊലാഡിനും മറ്റുള്ള ആളുകൾക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ബാർലോ പറയുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന മെനാഷം ബെഗിൻ അങ്ങനെ എന്തെങ്കിലും ആക്രമണം പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ റീഗൻ അതിനെ എതിർക്കുമായിരുന്നു. അതിൻ്റെ ഏക കാരണം അഫ്ഗാനാണെന്നും ബാർലോ പറയുന്നു. അത് സംഭവിച്ചിരുന്നെങ്കിൽ അന്നത്തെ മെനാഷം ബെഗിനെതിരെ റീഗൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമായിരുന്നുവെന്നും ബാർലോ പറയുന്നു. 1960ലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും ഭയാനകമായ കാര്യമെന്നാണ് CIA ഡെപ്യൂട്ടി ഡയറക്ടർ റിച്ചാർഡ് കെയർ ഇതിനെ വിശേഷിപ്പിച്ചതെന്നും ബാർലോ പറഞ്ഞു. ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും സൈനിക ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് ഉണ്ടായതെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കാനായി റീഗൻ അന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ ഉപദേഷ്ടാവായ റോബർട്ട് ഗേറ്റ്സിനെ പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും അയച്ചതായും ബാർലോ പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ആണവ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ തൻ്റെ ജീവിതം നശിപ്പിക്കപ്പെട്ടു എന്നും ANIക്ക് നൽകിയ ആ അഭിമുഖത്തിൽ ബാർലോ അവകാശപ്പെട്ടു. 1980ൽ പാകിസ്ഥാൻ്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പലരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗികമായി ഒരു ആണവശക്തിയായി പാകിസ്ഥാൻ അറിയപ്പെടുന്നത് 1998ലാണ്. എന്നാൽ ഇന്ത്യ പൊഖ്രാനിൽ 1974 മെയ് 18 സ്മൈലിംഗ് ബുദ്ധ എന്നൊരു ആണവ പരീക്ഷണം നടത്തിയിരുന്നു. നമ്മുടെ ആ ആണവ പരീക്ഷണത്തിന് ശേഷം ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞിരുന്നു. അത് അവർ സാങ്കേതികവിദ്യ മോഷ്ടിച്ച് നേടിയതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അമേരിക്ക തന്നെ പാകിസ്ഥാനെ അന്ന് സഹായിച്ചതാണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. അത് സത്യമാകാനാണ് കൂടുതൽ സാധ്യതയും.